പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കൊറോണയായ കാരണം നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങണില്ല, വീട്ടിൽ തന്നെയാണ് ഇരിപ്പ്. അപ്പോൾ വീട്ടിലത്തെ സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു ചിക്കൻ പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അതായത് കുറേ പെപ്പർ ഫ്രൈകളുണ്ട്, പക്ഷേ നമ്മുടേതായ രീതിയിൽ എൻ്റേതായ ശൈലിയിൽ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ വീട്ടിലത്തെ കോഴിനെയാണ് പിടിക്കാൻ പോകുന്നത്. നമുക്ക് കുറേ കോഴികളുണ്ട്, ഒരു 10-12 വലിയ ചാത്തന്മാരുണ്ട്. അപ്പോൾ അതിലത്തെ ഏതിനെ പിടിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ജഗുണ് പിടിക്കാൻ പോണത് കേട്ടാ. പാചകം ചെയ്യാൻ വരുന്നുണ്ടാ. പാചകം ചെയ്യണമെന്ന് നോക്കിയാൽ ഈ പറമ്പിലാണ്. ഒരു പുല്ലായിൽ നിറയെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു അടുപ്പ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാചകം ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കോഴിയൊക്കെ നന്നാക്കി കഷ്ണങ്ങളാക്കി കണ്ട. ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ മസാലപ്പൊടി ഇല്ലേ, സാധാരണ നമ്മൾ ഇറച്ചിരിക്ക് ചേർക്കുന്ന വീട്ടിലൊക്കെ പൊടിച്ചിട്ടുണ്ടാകുന്ന മസാലപ്പൊടി, അത് ഒരു 1/2 ടീസ്പൂൺ ഇല്ല, അതിലും താഴെ അതിട്ടു. പിന്നെ ഇതേ ഒരു ചെറുനാരങ്ങ നീര്, ഇനി ഇതൊന്ന് ഇളക്കി നമ്മൾ ഒരു 10-15 മിനിറ്റ് നേരം വെക്കുന്നു കേട്ടോ. 5 മിനിറ്റിനേക്കാളും കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. ഒരു 1.5 കിലോ ഇറച്ചി ഉണ്ടാവുള്ളൂ. നമ്മളിൽ കഴുത്ത്, ലിവർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചിറകിൻ്റെ ഭാഗം, പിന്നെന്തൊരു ചേട്ടാ അത് സരിതിക്കും എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ കഷ്ണങ്ങളൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇത് നമ്മളൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുന്നു. അടുപ്പിൽ തീ കത്തിക്കാൻ പോകട്ടെ. നമ്മുടെ അടുപ്പ് കത്തിച്ചു. അപ്പോൾ നമ്മളത് ഈ കടായിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മുടെ പാത്രം ചൂടായി, നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിലത്തെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ 2 സബോള എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞതാണ്. അതിലത്തെ പകുതി ഇരിക്കുന്നു. നമ്മുടെ സബോളയിൽ പകുതി വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് അതിരിക്കില്ല കേട്ടാ. പിന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി അതിടാം, ഇളക്കാം. ഒരു സ്വല്പം കഴിയുമ്പോൾ ഒരു 2-3 കതിര് വേപ്പില, ഈ ഇതിലേക്ക് വെയിലടിക്കുന്നുണ്ട്. ഇത് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് കേട്ടാ അടാ. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി. കുരുമുളക് സാധാരണ കുരുമുളക് ഉപയോഗിച്ചാൽ മതിട്ടാ. ഞാനിത് ഇവിടെ ഇങ്ങനെ തൊലി കളഞ്ഞ കുരുമുളക് ഉണ്ടായതുകൊണ്ട് എടുത്താണ്. നല്ല മണം തന്നെ ഇല്ലേ. നമ്മുടേത് വറവായിട്ടാ ഈ സാധനം നമ്മൾ എടുക്കണം. നമ്മളൊരു പാത്രത്തേക്ക് ആക്കണം. ഇനി ഇത് മിക്സിയിൽ അരച്ചുകൊണ്ടിരണം. ഇവിടെ ഇങ്ങനെ തുറസായ സ്ഥലത്തായാലും പെട്ടെന്ന് ചൂടാറും. ഞാൻ അരച്ചുകൊണ്ടിരിട്ടെ. ചൂടാറും അരച്ചു കൊണ്ടു കേട്ടാ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചോളാം, അല്ലെങ്കിൽ മല്ലിയില്ലേ ഈ നഖം കടിക്കുന്ന പോലെ ഇങ്ങോട്ട് ചെറിയ പീസുകളായിട്ടിരിക്കും, ചിലപ്പോൾ പൊടിയില്ല. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും. കടായില്ലേ അത് വീണ്ടും കഴുകിയിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചുവിടാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുക.
നേരത്തെ നമ്മൾ ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതേ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ബാക്കി സവാളയില്ലേ ആടുന്നു. സവാളേ ചെറുതായിട്ട് വാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 2 കതിരി വേപ്പിലും കൂടിയും ഇരിക്കുന്നു. പിന്നെ ഇതേ ഒരു തക്കാളി ഇങ്ങനെ അരിഞ്ഞത്. ഇത് വീട്ടിലത്തെ തക്കാളി കേട്ടാ. വീട്ടിലത്തെ തക്കാളി കാരണം പുളി ഉണ്ടാവും. നിങ്ങളെല്ലാവരും എന്തിട്ട് ചെയ്യണു വീട്ടില്? നേരം പോണ്ടാ? ചിലവരൊക്കെ ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണ തരം ജോലിയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഒരുവിധം പേർക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ തോന്നിക്കും. അപ്പൊ പാചകമൊക്കെ വീട്ടില് ഭാര്യമാരുടെ കൂടെ അടുക്കളയിൽ കയറിയിട്ട് ചെയ്യാ. പിന്നെ ഈ വാട്സപ്പിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടാ കണ്ടത്? വീട്ടിലിരിക്കുന്ന ഒരു കല്യാണ വീഡിയോ ഇരുന്ന് കാണാൻ. അപ്പൊ നമുക്ക് നല്ലൊരു ധൈര്യം കിട്ടുന്നു. കൊറോണയൊക്കെ എന്ത് അങ്ങനെ തോന്നുന്നു. ജഗ് വന്നിട്ട് ഈ വഴിയില് കിടന്നിട്ട് നെഞ്ചത്തടിച്ച് പാട്ട് പാടുന്നവരെ പോലെ കാണിക്കുന്നില്ല. നേരം പോണ്ടല്ലേ ജഗ്ഗുവോ? ജഗ്ഗുവിന് ബോറടിക്കണ്ട? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ഇട്ടുണ്ടായിരുന്നു ചേട്ടാ, നമ്മുടെ കല്യാണത്തിന്റെ അന്നത്തെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഭാര്യമാരെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ടി വി കണ്ടിരിക്കുകയോ ഫോണിൽ നോക്കിയിരിക്കുകയൊന്നും ചെയ്യാണ്ട് അടുക്കളയിൽ ചെന്നിട്ട് ആ കല്യാണത്തിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക, റിവൈസ് ചെയ്യുക വെറുതെ രണ്ടുപേരും കൂടി. വാടി ഒരു ലെവലാകുമ്പോഴേ ഇതിലേക്ക് ഇതിരി മഞ്ഞൾപ്പൊടി ഇടണം. സവാള ഒരുവിധം വാടി നമ്മളതിലേക്ക് നമ്മുടെ അരച്ച മസാലക്കൂട്ട് ചേർക്കണം കേട്ടോ. ഇതൊന്ന് ഇളക്കണം. അതിലേക്ക് നമ്മുടെ വറ്റി വെച്ചിരുന്ന ചിക്കൻ ഇടണം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഇതൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കേണ്ടി വരും. വേവണ്ടേ? മതി. അതെ, ബ്രോയിലർ ആണെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കണ്ട കേട്ടാ. നമ്മളിത് ഇളക്കി മൂടി വയ്ക്കണം. ഇനി നമ്മൾ ഇത് ചെയ്തിരിക്കുക. സാധനം തിളച്ചു തുടങ്ങി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് തീയത്തുണ്ട്. തീയത്തിൽ കുറയ്ക്കാം. മാങ്ങപ്പൊളി കഷ്ണങ്ങളാക്കി സരിത. ജഗു ഉപ്പും മാങ്ങയും മുളക് പൊടി കൂട്ടി ചേർത്ത് തിന്നെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. വീട്ടിലത്തെ കോഴിക്കാരനെ വേവാനായിട്ടേ ഒരു സ്വല്പം സമയം പിടിക്കും. നമ്മൾ ബ്രോയിലർ കോഴി വാങ്ങിക്കുന്ന പോലെയല്ലല്ലോ. കാമറി ഇറച്ചി വയ്ക്കുന്നതിൻ്റെ മണം കേട്ടിട്ട് വന്നു. സരിത അമ്മേനും പിടിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നടന്നാൽ മതി. ഇറച്ചിയുടെ മണം ഇങ്ങനെ വെക്കാനാകുമ്പോഴേ അതിന് മണം കേട്ടത് നായ്ക്കളൊക്കെ എത്തി തുടങ്ങി. കസാര ഇട്ടിട്ടേ എവിടെ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോക വരും. അപ്പം അമ്മേനെ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോക വരും. ഇപ്പം ഇവിടെ ഇരുത്താനിട്ടാ. ആ വള്ളിയുമ്പോൾ തട്ടി കടന്ന് വീണ്ട. നമ്മുടെ ഇറച്ചി വെന്തുണ്ട്. ഇനി നമുക്കിത് ചാറ് വറ്റിച്ചെടുക്കണം. അപ്പം ഇനി ഇത് തുറന്നിടാം കേട്ടാ. ഇങ്ങനെ മറ്റേ ഗ്ലാമർ വരാൻ പോണത്. ഇപ്പം കുഴമ്പ് രൂപത്തിലല്ല കിടക്കുന്നത്.
ചോറുണ്ണാനൊക്കെ വേണമെങ്കിൽ ഈ പരുവത്തിലെടുക്കാം അല്ലേ? ചപ്പാത്തിക്ക് ആ ചപ്പാത്തി ചോറിലേക്കൊക്കെ ഇത് ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടാ ഡ്രൈ ആയിക്കൊണ്ടിരിക്കണേട്ടാ. കഷ്ണം നന്നായി ഡ്രൈ ആവണം. ദേ നമ്മുടെ അത് ഇത്രയ്ക്ക് ഡ്രൈ ആയി. ഇനി ഡ്രൈ കൂടുതലാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെറിയ തീയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആവട്ടെ. നമ്മളിതിൽ ലാസ്റ്റായിട്ട് ഒരു സ്വല്പം മസാലപ്പൊടി, ഈ തീയൊന്നും കത്തിക്കണ്ട കേട്ടാ, എന്നിട്ട് ഇളക്കാം. നമ്മളിത് ഇറക്കാൻ പോവാണ്. കംപ്ലീറ്റ് പണി കഴിഞ്ഞു. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ചിക്കൻ പെപ്പർ ഫ്രൈ, വീട്ടിലത്തെ കോഴി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ പെപ്പർ ഫ്രൈ, അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണ്ട. അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് തുടങ്ങും. അമ്മക്ക് ഈ വാങ്ങണ കോഴി ഉണ്ടല്ലോ, ബ്രോയിലർ കോഴി അമ്മ കഴിക്കില്ല. അമ്മക്ക് ഇങ്ങനെ വീട്ടിലത്തെ കോഴി മാത്രം ഇഷ്ടമുള്ളൂ. ജഗ് എടുത്ത് കഴിക്കി. പിന്നട എടുത്തിട്ട് പിടിക്കും. എങ്ങനെയുണ്ട് സാധനം എന്ന് പറയും. എങ്ങനെയുണ്ട് അമ്മ? രസമുണ്ടാ? രസമുണ്ടോന്ന് ചോദിക്കാല്ലേ? രസമുണ്ടോന്ന് ചോദിക്കണ്ടാന്ന്. പാകത്തിന് എരിവ്, മിളകോ അതിനല്ലേ ഉപ്പ് ഉപ്പ് വല്ലതുണ്ട്. എല്ലാം പാകത്തിന്. ഇതിൻ്റെ വെപ്പ് തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇത് ഗംഭീര ടേസ്റ്റാണെന്ന്, ഒരു സംശയം വേണ്ടട്ടാ. ചിക്കൻ പെപ്പർ ഫ്രൈ കുറേ ടൈപ്പ് ഉണ്ട്. സാധാരണ വെക്കുന്ന രീതിയിലല്ല നമ്മൾ വെച്ചോണ്ടത്. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ഇടുക, ബാക്കിയൊക്കെ പഴയ പോലെ അങ്ങനെയാണ് പെപ്പർ ഫ്രൈ ആയി. പിന്നെ ഇതിലെ ഉണക്ക കുരുമുളകിന് പകരം പച്ച കുരുമുളക് ഇപ്പം കിട്ടുന്ന ടൈമാണ് പച്ച കുരുമുളക്. അത് ഇപ്പം കൊറോണ കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പം അത് വറുത്തതാക്കണ്ട, നന്നായി അരച്ചാൽ മതി. പാകത്തിനുള്ള ഇത് പച്ച കുരുമുളക് നമ്മളെടുത്ത് അരച്ചാൽ മതി. അരച്ചിട്ട് ഇതിൽ ചേർത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യല്ലേ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കോഴിയുള്ളത് കൊണ്ടാണ് നമ്മൾ ചിക്കൻ്റെ ഇത് വെച്ചിട്ടാ. പുറത്തേക്കൊന്നും പോകണില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വീട്ടിൽ പരമാവധി പോവാണ്ട് നോക്കുക എല്ലാവരും. കാരണം വെച്ചാൽ ഗവൺമെൻറ് പറയണതും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയണതും ആരോഗ്യ പ്രവർത്തകർ പറയണതും നമ്മൾ അനുസരിക്കുക. പുറത്തേക്ക് പോകാണ്ടിരിക്കുക, പരമാവധിയല്ല പോകാണ്ടിരിക്കുക. അപ്പം തീരെ നിവർത്തിയില്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലെ അരി കഴിഞ്ഞെങ്കിലൊക്കെ വാങ്ങാൻ പോണ്ടി വരുമല്ലോ. ഞങ്ങൾ പിന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഇങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മസീല അരി വാങ്ങിച്ചു. അരി മാത്രല്ല നമുക്ക് വാങ്ങിക്കണ്ടോ, പച്ചക്കറി കൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറമ്പിൽ നിന്ന് കിട്ടും. കോഴിയുണ്ട്, മിളക് മല്ലി അതല്ല അതൊക്കെ ഒരു മാസമുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ ആട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട, ആവശ്യമില്ല. ഒന്നിനും പറ്റില്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തി 3 നേരം ഒരു പ്രശ്നമില്ല, അത് കഴിക്കാൻ പറ്റും. അസുഖം വരാണ്ടിരിക്കല്ലേ വലിയ കാര്യം. പോട്ടെ അവിടെ നിന്ന് അങ്ങനെ ചെയ്യാം. അതായത് കഞ്ഞി വയ്ക്കുക, പിന്നെ 3 നേരം ചമ്മന്തി, അത് മതി. മാങ്ങിണ്ട്, പിന്നെ നാളികേരുണ്ട്. അതിൻ്റെ ചമ്മന്തികൾ പല ടൈപ്പായിട്ട് നമുക്ക് കാലത്ത് ഒരു തരം ചമ്മന്തി, വൈകുന്നേരം ഒരു ചമ്മന്തി, പിന്നെ ഉച്ചയ്ക്ക് ഒരു ചമ്മന്തി, അങ്ങനെയായിട്ട് കഴിക്കാം. നമ്മൾ രോഗത്തിനെ നേരിടുക എന്നുള്ള ആദ്യത്തെ കടമ്പ. ഇതങ്ങോട്ട് അതായത് ലോകത്തിൽ നിന്ന് ഉന്മൂലനാശനം ചെയ്ത് പോട്ടെ നമ്മുടെ ഭൂമിയിൽ നിന്ന്. അപ്പം അങ്ങനെ കേട്ടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം കേട്ടാ.